പ്രിയപ്പെട്ടവരെ, ഇൻഫോമാറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്പം ചില MCQ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഓരോ MCQ നമ്മൾ ഔട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും എജുമെയിൽ ഇൻഫോമാറ്റിക്സിന് ഉണ്ടാവുക. കാരണം PhD ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസിൽ പ്രൊഫസറായിരുന്ന ഒരുപാട് കാലം ഇപ്പോൾ സ്കോളർഷിപ്പോട് കൂടെ 40,000 സ്കോളർഷിപ്പോട് കൂടെ PhD ചെയ്യുന്ന ടെക് വിദഗ്ധനായിട്ടുള്ള ആളാണ് നമ്മുടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മലയാളം പ്ലസ് ഇംഗ്ലീഷിലുള്ള നോട്ടുകൾ അവൈലബിൾ ആണ്. കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബൈ ദാറ്റ്. ഓക്കെ, വാങ്ങിക്കോ, പഠിച്ചോ, നന്നായിട്ട് ചെയ്തോ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. പ്രിയപ്പെട്ടവരെ, നെയിം പ്ലാഗ്യാരിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ പ്ലാഗ്യാരിസം എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് അഥവാ മറ്റുള്ള ആളുകളുടെ തിസീസും കാര്യങ്ങളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഔട്ട് ചെയ്യും. കോപ്പി അടിക്കുക എന്ന് പറയില്ലേ, ആ കോപ്പി അടിക്കുന്നത് പിടിക്കാനും തടയാനുമുള്ള സംവിധാനം അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ്. എൻ്റെ ആൻസർ എന്താ? ടെർനിറ്റിൻ എന്നാണ് ആൻസർ പറയുന്നത്. ഓക്കെ, അതാണ് ആൻസർ കറക്റ്റ്. നെയിം വൺ ടാസ്ക് ദാറ്റ് റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഓട്ടോമേറ്റ്സ് ടു സേവ് ടൈം. കണ്ടോ, സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ട് ചെയ്യാന്നതിന് പറയും അല്ലേ. മറ്റൊരാളുടെ പ്രസ്താവന നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? സൈറ്റേഷൻ നടത്തും. അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തേണ്ടി വരും. അപ്പോൾ വേർഡിലോ പ്രൊസറിലൊക്കെ പോയി കഴിഞ്ഞ് സൈറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരാൾ പറഞ്ഞ പ്രസ്താവന അവരുടെ വേർഡിൽ തന്നെ നമുക്ക് അവർ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട്, നമുക്ക് ക്രെഡിറ്റ് എടുക്കാതെ, ഇപ്പോൾ ക്രെഡിറ്റ് ആണല്ലോ കേരളത്തിൽ ചർച്ച, അപ്പോൾ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. അതിനാണ് സൈറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, വിച്ച് ഫീച്ചർ അലൗസ് യൂസേഴ്സ് ടു കാറ്റഗറൈസ് ആൻഡ് ടാഗ് റെഫറൻസസ് ഫോർ ഈസി റിട്രീവൽ. വീണ്ടെടുക്കാൻ, നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിച്ചു, ആ പുസ്തകത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ചില പുസ്തകം ഡയറി കണ്ടില്ലേ, ABCD എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിൽ ഇങ്ങനെ ഇട്ടു, അതാണ് ടാഗ് ചെയ്യാന്ന് പറയാം. ടാഗ് ചെയ്യുക. അപ്പോൾ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ അടയാളം വെക്കൂലേ? പുസ്തകം വായിച്ചാൽ ചിലപ്പോൾ ഒരു പേപ്പറിൻ്റെ കീറോ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സാധനം അല്ലേ, വല്ല ഇറുക്കിളിയോ അല്ലെങ്കിൽ മയിൽപ്പീലിയോ എന്തെങ്കിലുമൊക്കെ വെക്കൂലേ? അപ്പോൾ അത് നമുക്ക് വീണ്ടും റിട്രീവ് ചെയ്യാനും വീണ്ടും എടുക്കാനും. അപ്പോൾ അതേപോലെ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ടാഗിങ് എന്ന് പറയുന്നത്. ടാഗിങ് അത് ലാബിലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ടാഗിങ് യൂസ് ചെയ്യുക. യെസ്, വാട്ട് ഡസ് മെന്റലി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ഫോർ റിസർച്ചേഴ്സ്. മെന്റലി എന്ന് പറയുന്ന സംവിധാനം, ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ബിബ്ലിയോഗ്രഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, റെഫറൻസിന് ഉപയോഗിക്കുന്ന ആളുകൾ, ഓരോ പുസ്തകം അത് എഴുതിയ ആളുകൾ, അതാണ് ബിബ്ലിയോഗ്രഫി. അവർ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? മെന്റലി നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ AI വന്നു, അപ്പോൾ AI വന്നോട് കൂടെ എന്ത് ചെയ്യും? AI ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ബിബ്ലിയോഗ്രഫേഴ്സിനെയും റെഫറൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക് തരുന്നുണ്ട്. നെയിം വൺ ടൈപ്പ് ഓഫ് പ്ലാഗ്യാരിസം. പ്ലാഗ്യാരിസം പലതരത്തിലുണ്ട്, കോപ്പി അടിക്കുക അല്ലേ. അതിൽപ്പെട്ട ഒരു ടൈപ്പാണ് മൊസൈക്ക് പ്ലാഗ്യാരിസം. ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള മൊസൈക്ക് ടൈപ്പാണ്. മൊസൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കണ്ടന്റ് വിവിധ ആൾക്കാരിൽ നിന്ന് എടുക്കുക, കുറേ ആൾക്കാരിൽ നിന്ന് എടുക്കുക. ഒരാളിൽ നിന്ന് എടുക്കാതെ, ഒരാളിൽ നിന്ന് എടുക്കുമ്പോഴാണുള്ളത് അറിയാം. അപ്പോൾ കുറേ ആൾക്കാരിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക? കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുക? അതൊറ്റ കണ്ടന്റ് ആക്കി മാറ്റുക. അതാണ് മൊസൈക്ക് പ്ലാഗ്യാരിസം എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, മൊസൈക്ക് പ്ലാഗ്യാരിസം. Which organization said that in India students must give an online copy of their thesis and dissertation? ഓൺലൈൻ കോപ്പിയും ഡിസർട്ടേഷനും ഒക്കെ എന്ത് ചെയ്യണം? ഓൺലൈൻ ആയിട്ട് ഡിസർട്ടേഷൻ തീസിസിന്റെ കോപ്പി വെക്കണം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഏതാണ് എന്ന ആൻസർ UGC ആണ് അല്ലെ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ് എന്ത് ചെയ്തത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും? വീണ്ടും കൂടുതൽ MCQ ആയിട്ട് നമുക്ക് കാണാം.